വിഴിഞ്ഞത്ത് അശാസ്ത്രീയമായ നിർമ്മാണം മൂലമുണ്ടായിട്ടുള്ള തീരശോഷണത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനു വേണ്ടി തുറമുഖ നിർമ്മാണം നിർത്തിവെച്ച് വിദഗ്ധ പഠനം നടത്തുക, നിർമ്മാണം മൂലം ഭവനങ്ങളിൽ നിന്ന് കുടിയിറക്കപ്പെട്ട കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുക തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തിയ പ്രതിഷേധം KLCA കൊച്ചി രൂപത ഡയറക്ടർ ഫാദർ ആന്റണി കുഴുവേലിൽ ഉദ്ഘാടനം ചെയ്തു. വികസനം എന്ന് പറയുന്നത് കേരളത്തിൽ ജീവിക്കുന്ന ജനത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയായിരിക്കും, അല്ലാതെ ഏതെങ്കിലും കുത്തക മുതലാളിമാർക്കുടെ പോക്കറ്റുകൾ വീർപ്പിക്കാൻ വേണ്ടിയോ. ഇങ്ങനെ തീരെഴുതിയതുകൊണ്ട് കേരള സംസ്ഥാനത്തിന് എന്ത് ലാഭമുണ്ടാകുമെന്നാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്? നിങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്ന ലാഭത്തിന്റെ കണക്കുകൾ അതെടുത്ത് പരിശോധിക്കുമ്പോൾ കേരളത്തിന്റെ തീരത്തെ വിറ്റു എന്നല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. KLCA മേഖലാ പ്രസിഡന്റ് ലിനു തോമസ് അധ്യക്ഷത വഹിച്ചു. മാസങ്ങളായി സിമന്റ് ഗോഡൌണിൽ കിടന്ന് നരകയാതന അനുഭവിക്കുന്ന കുടുംബങ്ങളുടെ കണ്ണീർ കാണാൻ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിന് സാധിക്കാത്തത് വേദനാജനകമാണ്. വിഴിഞ്ഞം ജനതയുടെ ആശങ്കകൾക്ക് ശാശ്വത പരിഹാരം കാണുന്നവരെ വിഴിഞ്ഞത്തെ തീരജനത നടത്തുന്ന സമരങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് സമരപ്രഖ്യാപനം നടത്തി. മേഖലാ സെക്രട്ടറി മെൽവിൻ ജോസഫ്, രൂപത ട്രഷറർ ജോബ് പുളിക്കൽ, രൂപത വൈസ് പ്രസിഡന്റ് അലക്സാണ്ടർ സാജു, രൂപത സെക്രട്ടറി വിദ്യ ജോജി, C. സെൽസൂസ്, യേശുദാസ് അർക്കപ്പറമ്പിൽ, യേശുദാസ് പാലംപള്ളി, ജോസഫ് പ്രവീൺ, ജോജി ജോർജ്, ജോർജ് ഫെറോറോ തുടങ്ങിയവർ സംസാരിച്ചു. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികള് കമ്പാവൽ വലിച്ചും കടലിലെ പോയും ജീവൻ പണയം വെച്ച് തങ്ങളുടെ അന്നം സമ്പാദിക്കുമ്പോൾ വീട്ടിൽ വരുമ്പോൾ ഒന്ന് ഇരിക്കാൻ പോലും സൗകര്യമില്ലാത്ത സ്ഥലം, അല്ലെങ്കിൽ സിമന്റിന്റെ ഇടയിൽ കിടന്ന് ഉറങ്ങേണ്ട അവസ്ഥ വരുന്നു. ഇതിന് മാറ്റം വേണം. ഞങ്ങൾ പുഴുക്കളല്ല, മനുഷ്യരാണ് തിരിച്ചറിവുണ്ടാവണം.